അള്ളാഹുടെ പള്ളിയിൽ കാല് വെച്ചിട്ട് പറമ്പത്തു വലത്തേക്കാല് വെച്ചിട്ട് പറഞ്ഞു. അപ്പൊ വലത്തേക്കാല് വെച്ചിട്ട് പറമ്പത്ത് പോലെ ദിക്റ് ചൊല്ലുകൊണ്ട് അല്ലാഹുമ്മ ഇന്നാ നസ്അലുക മിൻ അബ്വാബി റഹ്മതിക്. പള്ളിക്ക് പറമ്പത്തു ഇപ്പൊ നമ്മൾ ഏതൊരു വലിയ വലിയ രാജാക്കന്മാരെ കാണുമ്പോഴത്തും, അല്ലെങ്കിൽ വലിയ വലിയ ആലിമീങ്ങളെ സീതന്മാരെ കാണുക പോകുമ്പോഴത്തും, അല്ലെങ്കിൽ ഒരു രോഗിനെ സന്ദർശിക്കാൻ പോകുമ്പോഴത്തും, അതേപോലെ വലിയ വലിയ ആൾമാരെ നാളെ ആവശ്യത്തിന് കാണുക പോകുമ്പോഴത്തേക്ക് ഞങ്ങൾ എന്താക്കട്ടെ ഒരു ഗിഫ്റ്റ് എടുത്തോണ്ട് കാണിക്കുക. അത്തറ അല്ലെങ്കിൽ ഫ്രൂട്ട്സ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഗിഫ്റ്റ് എടുത്ത് പോയിട്ട് എന്താക്കട ഫസ്റ്റ് കൊടുക്കണം. പിന്നെ ബാക്കി എന്തിനെന്തെങ്കിലും കൊണ്ടോ. അതേപോലെ അള്ളാഹുടെ പള്ളിയിൽ ഞങ്ങൾ കാല് വെച്ചിട്ട് പറയുമ്പോഴത്തേക്ക് അള്ളാഹ് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്, ഒരു കാണിക്ക കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് വന്ന് കാല് വെച്ച് വന്ന സാത്ത് അവിടെ വന്നിട്ട് തെച്ചേക്ക് ആ ഗിഫ്റ്റ് ആ കാണിക്കടെ തേങ്ങും പോയി പിന്നെ അതില്ല. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്വറാക്കിക്ക് ആ കാണിക്ക കൊടുക്കൊണ്ട് തേങ്ങും പാസ് ചെയ്തു പിന്നെ അതില്ല. അല്ലെങ്കിൽ ആരട്ടിക്കാരേക്ക് വന്ന സാത്തിക്ക് മുട്ടിക്ക് ആ കാണിക്ക കൊടുക്കുകൊണ്ട് അവസരം നഷ്ടപ്പെട്ടു അതില്ല. പിന്നെ ഫസ്റ്റ് കാല് വെച്ച് വന്ന സാത്ത് കന്ന ഒരു കാണിക്ക കൊടുക്കുകൊണ്ട് എന്തിനത് കാണിക്കാൻ തഹിയ്യത്ത് ചൊല്ല് ജനറക്കാത്ത നിസ്കാരം. അത് പള്ളിയുടെ കാല് വെച്ച് വന്ന സാത്തിക്ക് അള്ളാഹുവിന്റെ ഗിഫ്റ്റ് ആയിട്ട് തഹിയ്യത്ത് ചൊല്ല് ജനറക്കാത്ത് സുന്നത്ത് നിസ്കാരം. അള്ളാഹു ഞങ്ങൾ നിസ്കരിക്കുമ്പോൾ തൗഫീഖ് നൽകട്ടെ. ജനറക്കാത്തായിട്ട് തഹിയ്യത്ത് ചൊല്ല് ജനറക്കാത്ത നിസ്കാരം അള്ളാഹുവിന്റെ പേരായിട്ട് ഞാൻ നിസ്കരിക്കുക. രണ്ടതില് നിയ്യത്ത് ഫസ്റ്റ് വജ്ജഹത്ത് ഓതിയിട്ട് ഒന്നാമത്തെ റക്അത്തിൽ ഫാത്തിഹ ഓതിയിട്ട് ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ഓതാം. പിന്നെ രണ്ടാമത്തെ റക്അത്തിൽ ഫാത്തിഹ ഓതിയിട്ട് ഖുൽ ഹുവല്ലാഹു അഹദ് ഓതാം. അങ്ങനെ ജനറക്കാത്ത് വന്ന സാത്ത് നിസ്കരിച്ചെങ്കിൽ അള്ളാഹു ഒരു ഗിഫ്റ്റ് ആയിട്ട് ഒരു കാണിക്കായിട്ട് ആ മനുഷ്യന്മാർ കൊടുക്കുന്നു. അള്ളാഹു ഞങ്ങൾക്ക് തൗഫീഖ് നൽകട്ടെ. ഇനി ഒരു മനുഷ്യ പള്ളിയുടെ വന്ന സാത്തിൽ ഒരു ഏകപ്പെട്ട സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം ചൊല്ലുന്ന ദിക്ർ ശ്രദ്ധിക്കും. ആ തഹിയ്യത്ത് നിസ്കരിച്ച കൂലി അവർക്ക് കൊടുക്കുന്നുണ്ട്. ഇമാമിങ്ങ അള്ളാഹ് കൊടുക്കാറുണ്ട്. ഇമാമിങ്ങ പഠിപ്പാട്ടാണ്. അള്ളാഹു നിങ്ങൾക്ക് അതൊക്കെ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പൊ പള്ളിയുടെ 10 പോകുമ്പോഴത്തേക്കും ദിക്ർ ശ്രദ്ധിച്ച പോലെ ഇടത്തക്കാലം വെച്ചിട്ട് ബിസ്മില്ലാഹി അസ്സലാത്തു വസ്സലാമു അല്ലാഹുമ്മ ഇന്നാ നസ്അലുക മിൻ അബ്വാബി ഫദ്ലിക ചൊല്ല് ദിക്ർ ചൊല്ലിട്ട് 10 പോവാം. എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, പള്ളി സുബ്ഹാനല്ലാഹ് അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ഭവനായിട്ട് അവനായിട്ട് قال النبي صلى الله عليه وسلم البصاق في المسجد خطيئة. അല്ലാഹുവിന്റെ പള്ളിയിൽ എന്താക്കണം കുതിരണ തുപ്പണ കുതിര അത് വലിയ കുറ്റമായിട്ട് മുത്തഫഖുൻ അലൈഹിയായ ഹദീസായിട്ട്. അതേപോലെ പള്ളിയുടെ ഉള്ളിൽ നിന്നിട്ട് പള്ളിയുടെ ഉള്ളിലൂടെ കണ്ടിരുന്ന 10 തുപ്പണ കുതിര അത് ഖത്തിയത്തുൻ, അത് വലിയ തെറ്റായിട്ട്. അങ്ങനെ എപ്പെങ്കിലും അറിഞ്ഞിട്ടോ അറിയില്ലാതെ തുപ്പിട്ടിരുന്നെങ്കിൽ അള്ളാഹു ഈ ഹദീസിന്റെ ബർക്കത്ത് കൊണ്ട് നമുക്ക് മാഫ് തരുമാറാവട്ടെ. അനസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഹദീസിൽ കണ്ട് അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലുന്നു ഇന്ന ഹാദിഹിൽ മസാജിദ ഈ പള്ളി എന്ന ഉണ്ടല്ലേ, ഈ സുജൂദ് ചെയ്ത ജാഗ ഉണ്ടല്ലേ, ലാ തസ്ലുഹു ലിശൈഇൻ മിൻ ഹാദൽ ബൗലി വലൽ ഖദരി അത് മൂത്രിക്കൊടുക്കാൻ ഉള്ളതല്ല, അല്ലെങ്കിൽ ഖലീജാക്കളും ഉള്ളതല്ല, കാഷ്ടിക്കൊടും ഉള്ളതല്ല, കച്ചവടം നടത്തോടും ഉള്ളതല്ല, അല്ലെങ്കിൽ മോശമായ സംസാരം നടത്തോടും ഉള്ളതല്ല. അത് അല്ലാഹു സുജൂദിന്റെ ജാഗയായിട്ട് ഈ പള്ളി ചൊല്ലത്, ഈ സുജൂദിന്റെ ജാഗ ചൊല്ലത് അത് ദിക്റില്ലാഹി തആല നമ്മളെ സൃഷ്ടിച്ച് ആകാശ ഭൂമിയെ സൃഷ്ടിച്ച് ലോകരക്ഷിതാവായ അല്ലാഹുവിന്റെ ഓർക്കൊടുക്കുന്നതായിട്ട് ഈ പള്ളി ചൊല്ല ജാഗ. അവിടെ ഖുർആൻ ഓതുന്നതും ഇൽമുടെ മജ്‌ലിസ് നടത്തുന്നതും ദിക്ർ ചൊല്ലുന്നതും ദുആ മജ്‌ലിസ് ആക്കുന്നതും ദിക്റിന്റെ മജ്‌ലിസ് ആക്കുന്നതും അതേപോലെ സ്വലാത്ത് മജ്‌ലിസ് തുടങ്ങിയ ഖൈറായ കാര്യങ്ങൾ നടത്തുന്നതും അല്ലാഹു സുജൂദിന്റെ ജാഗയായിട്ട് പള്ളി. ആ പള്ളിയെ നമ്മൾ ബഹുമാനിക്കണോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്ന പോലെ അവിടെ എന്താക്കണോ പള്ളിയിലുള്ള ബന്ധത്തിന്റെ ഫുൾ ഇബാദത്തിന് മുമ്പോഴോ ഖുർആൻ ഓതിയിട്ടും അല്ലെങ്കിൽ ഗുരുത്തിന്റെ ദിക്ർ ചൊല്ലിട്ടും അല്ലെങ്കിൽ തെരുടെ രൂപത്തിൽ അല്ലാഹുവിന്റെ ദുആ തൊട്ടും അല്ലെങ്കിൽ ചന്ദ്രക്കാത്ത എത്ര സുന്നത്ത് നിസ്കരിച്ചേക്കും അതിനൊക്കെ അല്ലാഹു
ഇബാദത്തല്ല. ഒരുപാട് സുജൂദാക്കണവും, ഒരുപാട് സുന്നത്ത് നിസ്കരിക്കണവും, ഒരുപാട് ഖുർആൻ ഓതണവും, ഒരുപാട് ദിക്ർ ചൊല്ലണവും, ഒരുപാട് ദുആ ആക്കണവും, അതേപോലെ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചവർക്ക് ദുആ ആക്കണവും അല്ലാഹു ഞങ്ങൾക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവിന്റെ പള്ളിക്ക് വന്നിട്ട് ആ പള്ളിയെ ബഹുമാനിച്ചിട്ട് അല്ലാഹു ഇബാദത്തെടുക്കുക അല്ലാഹു ഞങ്ങൾക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അർഹമർ റഹീമീനായ റബ്ബേ, ഞങ്ങൾ ഇന്ന് ചൊല്ലിയതും കേട്ടതും നാളെ ഖബറിൽ നേരം പോക്കാക്കിയ ഒരു അവരുടെ കൂട്ടത്തിൽ നീ പെടുത്തണം അല്ലാഹ്. പഠിച്ച തമ്പനാണ് ഈ സുബഹി ജമാഅത്തിൽ വന്നവർക്ക് ഈ സ്വർഗ്ഗത്തെ മജ്ലിസായി ഇൽമുടെ മജ്ലിസിൽ പങ്കെടുത്തവർക്ക് അല്ലാഹുവേ നാളെ നിന്റെ യഥാർത്ഥ സ്വർഗ്ഗത്തിൽ ഓർമ്മിച്ചു കൂടുമ്പോൾ ഈ മജ്ലിസ് ഒരു കാരണമാക്കണം അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളെ ഇൽമു പഠിക്കുന്ന ടീമിന് സഹായിച്ച ഒരുപാട് ആൾമാരുണ്ടാകും റബ്ബേ. അങ്ങനെ ഈ ദുനിയാവിലും നാളെ ആഖിറത്തിലും നീ രക്ഷപ്പെടുത്തണം അല്ലാഹ്. ഞങ്ങളെ എല്ലാവരും ബാപ്പുമ്മമാരെ കുടുംബക്കാരനെ ഈ ദുനിയാവിലും നാളെ ആഖിറത്തിലും നീ രക്ഷപ്പെടുത്തണം അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ ബാപ്പുമ്മകനെ സ്വർഗ്ഗം കൊടുക്കണം അല്ലാഹ്. ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മരിച്ച എല്ലാവർക്കും നീ മഗ്ഫിറത്ത് കൊടുത്തിട്ടു നരകത്തെ തൊട്ട് രക്ഷപ്പെടുത്തിയിട്ട് അവർക്കൊന്ന് സ്വർഗ്ഗം കൊടുത്ത് അനുഗ്രഹിക്കണം അല്ലാഹ്. ആക്സിഡന്റ് പോലെയുള്ള എല്ലാ ആഫാത്തുകളെ തൊട്ട് മുസീബാത്തുകളെ തൊട്ട് നമ്മെ എല്ലാവരും നീ കാക്കണം അല്ലാഹ്. ഞങ്ങളുടെ മക്കളെ ഈ ദുനിയാവിലും നാളെ ആഖിറത്തിലും ബാപ്പുമ്മക്ക് ഉപകരിക്കണ മക്കൾ കൂട്ടത്തിൽ പെടുത്തണം അല്ലാഹ്. ബാപ്പുമ്മക്ക് ദുആക്കണേ, ബാപ്പുമ്മക്ക് സഹായിക്കണേ. നല്ല സ്വാലിഹായ മക്കൾ കൂട്ടത്തിൽ നമ്മുടെ മക്കളെ നീ പെടുത്തണം അല്ലാഹ്. അല്ലാഹുവേ ഒരു മണിക്കിടയ്ക്ക് വന്നല്ലോ ഒരുപാട് ദുആക്കുള്ള അവസരം ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണം അല്ലാഹ്. മണിക്കിടയ്ക്ക് വന്നല്ലോ ഒരു ഹക്കും കടവുമില്ലാതെ എല്ലാം തീർത്ത് ശുദ്ധിയായി മരിക്കണം ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം അല്ലാഹ്. ഉടുവോടെ കൂടി മരിക്കുന്ന തൗഫീഖ് നൽകണം അല്ലാഹ്. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് നീ കാക്കണം അല്ലാഹ്. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم آمين برحمتك يا ارحم الراحمين. فضلي صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى